നമസ്കാരം. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ പലപ്പോഴും സ്ക്രിപ്റ്റ് വായിച്ച് കുറച്ച് പേജുകൾ കഴിയുന്തോറും നമ്മൾക്ക് ഒരു ആകാംക്ഷ തോന്നും. നല്ല സ്ക്രിപ്റ്റാണെങ്കിൽ അതിന് ചിലപ്പോൾ പിന്നീട് എന്ത് സംഭവിക്കും, നമ്മൾക്ക് ഒരു സ്ക്രിപ്റ്റ് മനസ്സിലാക്കി ഏകദേശം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ സബ്ജക്റ്റ് ഏത് വഴിയിലേക്കാണ് പോകുന്നത്, ഏത് ടുവേർഡ്സ് ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും. പിന്നെ നമ്മളെ അത് ചാലഞ്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും അതാത് പടങ്ങളുടെ ഒരു രീതി. പക്ഷെ ഈ സബ്ജക്റ്റ്, ഈ സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ ഇത്രയും വർഷം വർക്ക് ചെയ്യുന്നതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കാര്യം മാത്രമേ പറയാൻ പറ്റും. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓരോ സ്ക്രിപ്റ്റ്, ഓരോ പേജുകൾ കഴിയുന്തോറും ശരിക്കും പറഞ്ഞാൽ ഇത് എവിടേക്ക് പോകുന്നു, എന്തിലേക്ക് പോകുന്നു, എന്താണ് സബ്ജക്റ്റ്, ഓരോരോ ക്യാരക്ടേഴ്സ് വരുന്നു, വീണ്ടും കൺഫ്യൂഷൻ തോന്നുന്നു. 4 പേജ് പുറകോട്ട് പോയി വീണ്ടും വായിച്ചു നോക്കുന്നു, ക്ലിയർ ചെയ്യുന്നു, വീണ്ടും മുന്നോട്ട് പോകുന്നു. ഇങ്ങനൊരു അൺയൂഷ്വൽ ആയ ഒരു റീഡിംഗ് ആയിരുന്നു ഈ സിനിമയ്ക്ക്. സാധാരണ നമ്മൾ സ്ക്രീൻ പ്ലേ വായിച്ച് മുന്നോട്ട് പോകുന്ന പോലെ അല്ലാണ്ട് വളരെ ഒരു പെട്ടെന്ന് നോക്കുമ്പോൾ ഒരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും. ഡയലോഗ് ടു ഡയലോഗ് നമ്മൾ ശ്രദ്ധിച്ച് ഓരോ സ്ഥലത്തു നിന്നും ഓരോന്നും പിക്ക് ചെയ്തിട്ട് വേണം സ്ക്രിപ്റ്റ് മുന്നോട്ട് പോകാൻ. ഇറ്റ് വാസ് എ വെരി അൺയൂഷ്വൽ സ്ക്രീൻ റൈറ്റിംഗ്. അത് എങ്ങനെ ബാഹുൽ അത് ചെയ്തു എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇറ്റ് ഇസ് ക്വൈറ്റ് സർപ്രൈസിങ്. അതിപ്പോൾ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം നമ്മളൊരു സ്ക്രീൻ പ്ലേ വായിച്ച് കഴിയുന്നതോറും നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നു ഒരു സൈഡിൽ അതിൻ്റെ കൂടെ കൺഫ്യൂഷൻ വരുന്നു, എന്നിട്ട് നമ്മൾ ക്ലിയർ ചെയ്യാൻ നോക്കുന്നു. ആൻഡ് അവസാനമാകുമ്പോൾ ദർ ഇസ് എ വാക്ക് ആൻഡ് ഇതൊരു സൈഡ്. പിന്നീട് ഇതിന്റെ വിഷ്വൽസ്, ഞാൻ പറഞ്ഞ പോലെ ക്യാമറ പഠിച്ചുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു പോയിന്റ് എപ്പോഴും സംശയം തോന്നിയിരുന്നു. പിന്നെ ഇവര് തന്നെയാണല്ലോ കിഷ്കിന്ധാകാന്ഡം ഷൂട്ട് ചെയ്തത് എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ഇത് ഇവരെ കൊണ്ട് ഫുൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പും നമുക്കുണ്ടായിരുന്നു. ആൻഡ് നൗ വെൻ ഐ സീ സിനിമ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എടുത്ത് പറയുന്ന പ്രത്യേകിച്ചൊരു കാര്യം ഇതിന്റെ സ്ക്രിപ്റ്റ്. പലരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇന്ന് രാവിലെ നമ്മുടെ കൂട്ടുകാർ US അവിടെ എനിക്ക് തോന്നുന്നത് രാത്രിയായിരിക്കും. ഇപ്പം രാവിലെ വിളിച്ച് അവർ പറഞ്ഞ് താങ്ക്സ് ഗിവിങ്ങിന്റെ സമയത്ത് കുറെ ഫാമിലീസ് കൂടി ഡിസ്കസ് ചെയ്യാൻ പടം കണ്ടിട്ട് അവർ പറയുന്നത് കഴിഞ്ഞ വർഷം അവർ ഡിസ്കസ് ചെയ്തിരുന്നത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു, ഇത്തവണ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ പടത്തിനെ കുറിച്ചിട്ടാണ്. സോ ഇത്രയും അധികം ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തുമ്പോൾ ഐ ബിലീവ് ദിസ് സ്ക്രിപ്റ്റ് ഓഫ് എക്കോ ഇതൊരു മാതൃകയായിട്ടോ ഒരു definitely this will be one of the greatest examples of an unusual screenplay writing from Indian cinema in എനിക്ക് തോന്നുന്നു.